മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളിൽ ഒന്നാണ് 1998 സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബത്ലഹേം. സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുകയും മോഹൻലാൽ ശ്രദ്ധേയമായ അതിഥി വേഷത്തിൽ എത്തുകയും ചെയ്ത ഈ ചിത്രം സൗഹൃദം, പ്രണയം, നിഗൂഢത, ഹാസ്യം എന്നിവയുടെ മികച്ച സമന്വയം ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഈ സിനിമ 4K ഡോൾബി അറ്റ്മോസ് ഫോർമാറ്റിൽ റിലീസിന് ഒരുങ്ങുമ്പോൾ അതൊരു സിനിമയുടെ കേവലമായ തിരിച്ചുവരവല്ല, മറിച്ച് ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയയുടെയും പഴയകാല സിനിമാ സംസ്കാരത്തിൻ്റെയും പുനഃസൃഷ്ടിയാകുന്നു. സമ്മർ ഇൻ ബത്ലഹേം റിലീസിനുള്ള ഏറ്റവും വലിയ കാരണം അതിൻ്റെ അനശ്വരമായ ഗ്രഹാതുരത്വമാണ്. ടെലിവിഷനിലും OTT പ്ലാറ്റ്ഫോമുകളിലും ഇന്നും ഈ ചിത്രത്തിന് ലഭിക്കുന്ന ജനപ്രീതി അത്ഭുതമാണ്. നീലഗിരിയിലെ ബത്ലഹേം എസ്റ്റേറ്റ്, രവിശങ്കറിൻ്റെ തമാശകൾ, ഡെന്നീസിൻ്റെ സൗഹൃദം, അഭിരാമിയുടെ കുസൃതികൾ, ഒടുവിൽ നിഗൂഢതയുടെ തിരശീല ഉയർത്തിക്കൊണ്ടുള്ള നിരഞ്ജൻ്റെ രംഗപ്രവേശം, ഇതെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മടുക്കാത്ത അനുഭവങ്ങളാണ്. ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടിയത് എന്ന ചോദ്യം സിനിമ അവസാനിച്ചിട്ടും പ്രേക്ഷകർക്കിടയിൽ ഇന്നും ഒരു സമസ്യയായി അവശേഷിക്കുന്നു. ഈ ചോദ്യം തന്നെയാണ് ചിത്രത്തിന് ഒരു സീക്വൽ ഉണ്ടാകുമോ എന്ന ചർച്ചകൾക്ക് വർഷങ്ങളായി ചൂടുപകരുന്നത്. റിലീസിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സംവിധായകനും നിർമ്മാതാവും ആഫ്റ്റർ 27 ഇയേഴ്സ് എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചത് ഈ ആകാംക്ഷയ്ക്ക് കൂടുതൽ ഇന്ധനം പകർന്നു. യഥാർത്ഥത്തിൽ ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷനാണോ ഈ റിലീസ് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ പഴയ മാന്ത്രികത വീണ്ടും അനുഭവിക്കാൻ കാത്തിരിക്കുന്ന സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബോണസ് മാത്രമാകുന്നു. പഴയ ക്ലാസിക്കുകൾ റിലീസ് ചെയ്യുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് മുന്നിൽ പഴയ സിനിമകളെ പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ്. സമ്മർ ഇൻ ബത്ലഹേം 4K റീമാസ്റ്ററിങ്ങിലും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലുമാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. സഞ്ജീവ് ശങ്കറിൻ്റെ ഛായാഗ്രഹണത്തിൽ വിദ്യാസാഗർ ഒരുക്കിയ മനോഹര ഗാനങ്ങൾ ഈ പുതിയ സാങ്കേതിക നിലവാരത്തിൽ തിയേറ്റർ സ്ക്രീനിൽ കാണാനും കേൾക്കാനും സാധിക്കുന്നത് പ്രേക്ഷകർക്കൊരു നവ്യാനുഭവം ആയിരിക്കും. റിലീസുകൾ കേവലം വിനോദ വ്യവസായത്തിൻ്റെ ലാഭക്കണ്ണിയല്ല, മറിച്ച് മലയാള സിനിമയുടെ സാംസ്കാരിക ചരിത്രത്തെ അവതരിപ്പിക്കാനുള്ള വേദിയാണ്. സമ്മർ ഇൻ ബത്ലഹേം പോലുള്ള ചിത്രങ്ങൾ അന്നത്തെ യുവത്വത്തിൻ്റെ ജീവിതശൈലി, സംസാര രീതി, ഫാഷൻ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ 90കളിലെ യുവജനതയ്ക്ക് അവരുടെ ഓർമ്മകൾ പുതുക്കുവാനുള്ള അവസരവും പുതിയ തലമുറയ്ക്ക് ആ കാലഘട്ടത്തിലെ സിനിമയുടെ സൗന്ദര്യവും ലളിത സൗഹൃദ ബന്ധങ്ങളും മനസ്സിലാക്കാനുള്ള അവസരവും ലഭിക്കുന്നു. ചുരുക്കത്തിൽ സമ്മർ ഇൻ ബത്ലഹേം റിലീസ് ചെയ്യുന്നത് ഒരു സിനിമയെ തിരികെ കൊണ്ടുവരാൻ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ മനോഹാരിതയെ പുനഃസ്ഥാപിക്കാനും കൂട്ടായ തിയേറ്റർ അനുഭവം എന്നതിൻ്റെ മാധുര്യം വീണ്ടും നൽകുവാനും വേണ്ടിയാണ്. ചില വേനലുകൾ ഒരിക്കലും മാഞ്ഞു പോവില്ല എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ തിരിച്ചുവരവ്.